സുകുമാരനും മല്ലികയും. 1978 ഒക്ടോബർ 17 നടിയായ മല്ലികയെ സുകുമാരൻ വിവാഹം കഴിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പരമേശ്വരൻ നായരുടെയും സുഭദ്ര പി നായരുടെയും മൂത്ത മകനായിട്ടായിരുന്നു സുകുമാരൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ 2 ഇളയ സഹോദരന്മാരും ഡോക്ടർമാരായിരുന്നു. അദ്ദേഹത്തിന് ഒരു സഹോദരിയുമുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അദ്ദേഹം സ്വർണ്ണ മെഡലോടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലും നാഗർകോവിലിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും 3 വർഷത്തോളം ലെക്ചററായി ജോലി തുടങ്ങി. അങ്ങനെ നാഗർകോവിലിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാലത്താണ് MD വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ സുകുമാരന് ഒരവസരം ലഭിക്കുന്നത്. അങ്ങനെ ആ സിനിമയിൽ ഒരു ധിക്കാരിയായ ചെറുപ്പക്കാരൻ്റെ വേഷം അവതരിപ്പിച്ചതിന് എല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ കിട്ടുകയും 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാനും കഴിഞ്ഞു. പ്രതിഭാധനനായ നടൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടും കുറച്ചു കാലത്തോളം അദ്ദേഹത്തിന് ഒരവസരവും ലഭിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ശംഖുപുഷ്പം എന്ന സിനിമയിലേക്ക് ഒരവസരം ലഭിച്ചപ്പോൾ തിരിച്ച് അധ്യാപക ജോലിയിലേക്ക് മടങ്ങിയാലോ എന്നുവരെ അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ ആ സിനിമയിലെ അഭിനയത്തിലൂടെ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇടം നേടാൻ സാധിച്ചു. 70കളിൽ സുകുമാരൻ മലയാള സിനിമയിലെ ഒരു ജനപ്രിയ ചലച്ചിത്ര താരമായി മാറി. 70കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലും സോമൻ, ജയൻ എന്നിവരോടൊപ്പം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ത്രയങ്ങളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെട്ടിരുന്നു. ബന്ധനം എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയും ശബ്ദ ഗാംഭീര്യവും കൊണ്ട് ആ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെടുകയും 78 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സുകുമാരൻ സ്വന്തമാക്കുകയും ചെയ്തു. 70-80 കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിലും കലയിലും പുതിയ പുതിയ ചെറുപ്പക്കാർ കടന്നുവന്ന് പഴയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. അതേ രീതിയിൽ പഴയ മാമൂലുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ധിക്കാരിയുടെ വേഷത്തിലായിരുന്നു സുകുമാരൻ ആ ബന്ധനത്തിൽ അഭിനയിച്ചത്. കത്തിക്കയറുന്ന ഡയലോഗ് ഡെലിവറിയായിരുന്നു സുകുമാരൻ്റെ പ്രധാന ആകർഷണം. അന്നത്തെ കാലത്ത് പറയാനുള്ള കാര്യങ്ങൾ മുഖത്തു നോക്കി ചങ്കൂറ്റത്തോടെ വ്യക്തമായ ഭാഷയിൽ തൻ്റെ ശബ്ദഗാംഭീര്യത്തിൽ പറയുന്ന ആ താരത്തെ അന്നത്തെ യുവതലമുറ ഒരു വലിയ താരമാക്കി ഉയർത്തി. അങ്ങാടി, ചാകര, ആക്രമണം, അഗ്നിശരം, അവളുടെ രാവുകൾ, സ്ഫോടനം, കോളിളക്കം തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. 80ലെ ക്യാമ്പസ് ഹിറ്റായിരുന്ന ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിൽ സുകുമാരൻ അവതരിപ്പിച്ച കോളേജ് അധ്യാപകനായ ജയദേവൻ എന്ന കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. 80കളുടെ തുടക്കത്തോടെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ പുതിയ താരനിര ഉദിച്ചേർന്നതോടെ സോമൻ, സുകുമാരൻ എന്നീ മുൻനിര നായിക നടന്മാർക്ക് പിന്മാറേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം സ്വഭാവ വേഷങ്ങളിലേക്കും 85ഓടെ വില്ലൻ വേഷങ്ങളിലേക്കും അദ്ദേഹം തിരിഞ്ഞു. 88ലെ ഒരു CBI ഡയറിക്കുറിപ്പിലും 89ൽ അതിൻ്റെ തുടർച്ചയായ ജാഗ്രതയിലും സുകുമാരൻ അവതരിപ്പിച്ച DYSP ദേവദാസ് എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗുകളൊക്കെ പ്രേക്ഷകർക്ക് ഇന്നും സുപരിചിതമാണ്. 85ലെ ഇരകൾ, 86ലെ പടയണി എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം നിർമ്മാതാവായി പ്രവർത്തിച്ചു. അതിൽ ഇരകൾ എന്ന ചിത്രം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു. അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും 90കളുടെ മധ്യത്തിൽ സിനിമാ വ്യവസായത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ കാരണം അമ്മ എന്ന സംഘടന അദ്ദേഹത്തെ 3 വർഷത്തേക്ക് അഭിനയിക്കുന്നതിൽ നിന്ന് വിലക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തു. നടിയായിരുന്ന മല്ലികയാണ് ഭാര്യ. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് എന്നീ 2 ആൺമക്കൾ ഉണ്ട്. നടിയായ പൂർണിമ മോഹനും മാധ്യമപ്രവർത്തകയായ സുപ്രിയ മേനോനും മരുമക്കളാണ്. അദ്ദേഹത്തിൻ്റെ ചെറുമകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത്. അവളൊരു പിന്നണി ഗായിക കൂടിയാണ്. 97 ജൂൺ 16 ഹൃദയാഘാതത്തെ തുടർന്നാണ് സുകുമാരൻ തൻ്റെ 49ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. നവംബർ 4 ഹരിപ്പാടായിരുന്നു കൈനിക്കര മാധവൻ പിള്ളയുടെയും ശോഭയുടെയും ഇളയവളായി മല്ലിക സുകുമാരൻ ജനിക്കുന്നത്. 74ൽ അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. 74ലെ സ്വപ്നാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് മികച്ച 2ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 10 വർഷത്തെ പ്രണയത്തിന് ശേഷം 76ൽ ജഗദീഷ് ശ്രീകുമാറിനെ വിവാഹം കഴിച്ച മല്ലിക വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടുകയും എന്നാൽ 79ൽ നിയമപരമായി വേർപിരിയുകയും ചെയ്തു.
അതിനുശേഷം നടൻ സുകുമാരനെ 78 ഒക്ടോബർ 17 വിവാഹം കഴിച്ചു. വിവാഹശേഷം മല്ലിക സുകുമാരൻ അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു. ഒരിടവേളയ്ക്ക് ശേഷം KK രാജീവ് സംവിധാനം ചെയ്ത പെയ്തൊഴിയാതെ എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് മല്ലിക സുകുമാരൻ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ആ സീരിയലിൽ മല്ലികയുടെ കൂടെ അഭിനയിച്ച നടി പൂർണിമയുമായി ഇന്ദ്രജിത്ത് പ്രണയത്തിലാവുകയും വിവാഹത്തിലെത്തുകയും ചെയ്തു. 2012 മല്ലിക സുകുമാരൻ തൻ്റെ സുഹൃത്തിനൊപ്പം ദോഹയിൽ ഒരു ബ്യൂട്ടി ആൻഡ് സ്കിൻ ക്ലിനിക് തുറന്നു. 2013 അവർക്ക് ദോഹയിൽ വെസ്റ്റ് ബേയിൽ സ്പൈസ് ബോട്ട് എന്ന മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് സിഇഒയും എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണുമാണ് മല്ലിക സുകുമാരൻ. ജയഭാരതിയും സത്താറും 78 IV ശശി സംവിധാനം ചെയ്ത ബീന എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. മോഹൻലാലിനൊപ്പം തിരനോട്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ചിത്രം റിലീസായിരുന്നില്ല. പിന്നീട് 75 M കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഭാര്യയെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമാ രംഗത്തേക്കെത്തുന്നത്. 76 M വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത അനാവരണം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായക വേഷത്തിൽ തിളങ്ങാൻ തുടങ്ങി. എങ്കിലും അത് അധിക നാൾ നീണ്ടു നിന്നില്ല. മികച്ച നടനായിരുന്നിട്ട് പോലും വില്ലൻ വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ട അദ്ദേഹം കൂടുതലും ജയൻ്റെ പ്രതിനായക വേഷങ്ങളിലാണ് അഭിനയിച്ചിരുന്നത്. ജയൻ്റെ ഒരു അനശ്വര ചിത്രമായ ശരപഞ്ചരത്തിൽ നായകനോളം പ്രാധാന്യത്തിലായിരുന്നു സത്താർ അഭിനയിച്ചിരുന്നത്. അടിമക്കച്ചവടം, യാകാശം, വെള്ളം, ലാവ തുടങ്ങിയ ഹരിഹരൻ ചിത്രങ്ങൾ അദ്ദേഹത്തിന് നല്ല നടനെന്ന മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു. 70കളിലും 80കളുടെ തുടക്കത്തിലും മധു, പ്രേം നസീർ, രതീഷ്, ജയൻ തുടങ്ങിയവരുടെ വില്ലൻ റോളുകളാണ് അദ്ദേഹം ചെയ്തത്. അജ്ഞാത തീരങ്ങൾ എന്ന സിനിമയിൽ ആൻറ്റി ഹീറോയായി അഭിനയിച്ച സത്താർ പിന്നീട് 79 നീലത്താമര, 82 ഈ നാട്, ബീന തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സ്വഭാവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മയിൽ, സൗന്ദര്യമേ വരിക വരിക തുടങ്ങിയ തമിഴ് ചിത്രങ്ങളും ഏതാനും തെലുങ്ക് ചിത്രങ്ങളും ഉൾപ്പെടെ ഏകദേശം 300ഓളം സിനിമകളിൽ അഭിനയിച്ച സത്താർ നടൻ രതീഷുമായി ചേർന്ന് ബാബു ആൻ്റണി നായകനായി അഭിനയിച്ച കമ്പോളം ഉൾപ്പെടെ 3ഓളം ചിത്രങ്ങളിൽ നിർമ്മാതാവായിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ പറയാൻ ബാക്കി വെച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. അന്നത്തെ പ്രശസ്ത നടിയായിരുന്ന ജയഭാരതിയായിരുന്നു സത്താർ വിവാഹം കഴിച്ചത്. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞുവെങ്കിലും അവസാന കാലത്ത് അദ്ദേഹം ജയഭാരതിയോടൊപ്പമായിരുന്നു. നടനായ ക്രിഷ് സത്താർ ഇവരുടെ ഏക മകനാണ്. 2019 സെപ്റ്റംബർ 17 ആലുവയിലെ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ 67ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. കൊല്ലം ജില്ലയിൽ ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകളായിട്ടാണ് ലക്ഷ്മി ഭാരതി എന്ന പേരിൽ 1954 ജൂൺ 28 ജയഭാരതി ജനിക്കുന്നത്. അനശ്വര നടനായ ജയൻ്റെ മുറപ്പെണ്ണു കൂടിയായിരുന്നു ജയഭാരതി. ജയഭാരതി വഴിയായിരുന്നു ജയൻ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. 5ാം വയസ്സ് മുതൽ നൃത്തങ്ങൾ പരിശീലിച്ച ജയഭാരതി തൻ്റെ കൗമാരകാലത്ത് തന്നെ സിനിമയിൽ പ്രവേശിച്ചു. അന്നത്തെ കാലത്ത് അവളുടെ ജീവിതം തന്നെ ഫിലിം സ്റ്റുഡിയോകളും നൃത്ത പ്രകടനങ്ങളുമൊക്കെയായി ചുറ്റിപ്പറ്റിയായിരുന്നു. എങ്കിലും ജയഭാരതി ആദ്യമായി നായികാ വേഷത്തിലെത്തിയത് P. ഭാസ്കരൻ്റെ 69 പുറത്തിറങ്ങിയ കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് മലയാള സിനിമാ ലോകം കണ്ട വിജയിച്ച നടിമാരിൽ ഒരാളായി മാറിയ ജയഭാരതി പ്രേം നസീർ, മധു, വിൻസെൻ്റ്, ജയൻ, MG സോമൻ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം അഭിനയിച്ചു. 70കളിലും 80കളുടെ തുടക്കത്തിലുമൊക്കെ ജയഭാരതി, MG സോമൻ ഒരു ജനപ്രിയ ജോഡിയായിരുന്നു. വിവിധ ചിത്രങ്ങളിലെ അഭിനയത്തിന് 72ലും മാധവിക്കുട്ടിയിലെ അഭിനയത്തിന് 73ലും ജയഭാരതിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവളുടെ പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് ഭരതൻ സംവിധാനം ചെയ്ത രതിനിർവേദം. ഇത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊന്നായി മാറി. സംവിധായകനായിരുന്ന ഹരിപ്പോത്തനെയായിരുന്നു ജയഭാരതി ആദ്യം വിവാഹം കഴിച്ചത്. പിന്നീട് ഈ ബന്ധം വേർപിരിഞ്ഞിട്ട് നടൻ സത്താറിനെ ജയഭാരതി വിവാഹം കഴിച്ചു. ശ്രീനാഥും ശാന്തി കൃഷ്ണയും. ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിൽ വെച്ചാണ് ശ്രീനാഥും ശാന്തി കൃഷ്ണയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. 1986 ഓഗസ്റ്റ് 26 കുഴൂർ എന്ന സ്ഥലത്താണ് ശ്രീനാഥ് തോപ്പിൽ ഇഞ്ചോറ എന്ന ശ്രീനാഥ് ജനിക്കുന്നത്. 80കളിൽ ശ്രീനാഥ് തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചെങ്കിലും പതുക്കെ ടെലിവിഷൻ അഭിനയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ശാലിനി എൻ്റെ കൂട്ടുകാരി, ഇത് ഞങ്ങളുടെ കഥ, സർവകലാശാല,
ഒരു CBI ഡയറിക്കുറിപ്പ്, കിരീടം തുടങ്ങിയ നിരവധി മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ തുടക്കകാലത്ത് നടിയായ ശാന്തി കൃഷ്ണയ്ക്കൊപ്പം കുറച്ച് ഹിറ്റ് സിനിമകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ഇത് ഞങ്ങളുടെ കഥയുടെ ചിത്രീകരണത്തിനിടെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് 84 സെപ്റ്റംബറിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല. 95 സെപ്റ്റംബറിൽ അവർ വേർപിരിഞ്ഞു. പിന്നീട് അദ്ദേഹം ലതയെ 99 വിവാഹം കഴിച്ചു. അവർക്ക് വിശ്വജിത്ത് എന്നൊരു മകനുണ്ട്. 2009 പുറത്തിറങ്ങിയ കേരള കഫേ ആയിരുന്നു ശ്രീനാഥിൻ്റെ അവസാന ചിത്രം. 2010 ഏപ്രിൽ 23 കേരളത്തിലെ കോതമംഗലത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് കൈത്തണ്ട മുറിച്ച നിലയിൽ ശ്രീനാഥിനെ കാണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത ഇന്നും നിലനിൽക്കുന്നു. 1963 ജനുവരി 2 ആർ കൃഷ്ണകുമാർ അയ്യറിൻ്റെയും ശാരദയുടെയും മകളായി പാലക്കാട്ടായിരുന്നു ശാന്തികൃഷ്ണ ജനിച്ചത്. പഠിച്ചതും വളർന്നതുമെല്ലാം മഹാരാഷ്ട്രയിലെ മുംബൈയിലായിരുന്നു. 76 ഹോമകുണ്ഡം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ ശാന്തികൃഷ്ണ 81 ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. 84 ശ്രീനാഥുമായുള്ള പ്രണയവിവാഹത്തിന് ശേഷം ശാന്തികൃഷ്ണ സിനിമാ ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. തുടർന്ന് 91 നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയ ശാന്തികൃഷ്ണ 92 സവിതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരവും 94 ചകോരം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. സാഗരം ശാന്തം, ഈണം, വിസ, മംഗളം നേരുന്നു, ഇത് ഞങ്ങളുടെ കഥ, ചില്ല്, കൗരവർ തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ ശാന്തികൃഷ്ണ അഭിനയിച്ചു. 95 ശ്രീനാഥുമായി വേർപിരിഞ്ഞതിന് ശേഷം 98 രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഡയറക്ടർ സദാശിവ ബജോറിനെ ശാന്തികൃഷ്ണ പുനർവിവാഹം ചെയ്തു. എങ്കിലും 2016 ഇതും വിവാഹമോചനത്തിൽ കലാശിച്ചു. മിഥുൽ, മിതാലി എന്നിവരാണ് ഇവരുടെ മക്കൾ. ഇതിൻ്റെ തുടർഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും.